ബാക്കിയുള്ള സ്വർണ്ണത്തെപ്പറ്റി ചോദിക്കുമ്പോൾ ഒരു റഷീദുണ്ട്, നല്ല രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം പലപ്പോഴും ഈ പറയുന്ന കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുകയും പിന്നീട് കോൺഗ്രസ് പിളർന്ന് ഡിക്കായപ്പോൾ ഡിക്കിലേക്ക് മാറി, വീണ്ടും കോൺഗ്രസ് മെർജ് ചെയ്തപ്പോൾ കോൺഗ്രസിലേക്ക് മാറി പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് റഷീദ്, കൊടകര റഷീദ്. അപ്പോൾ അയാൾ ഈ സ്വർണ്ണവുമായിട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അയാളുടെ ലൊക്കേഷൻ ഉടൻ തന്നെ എടുത്ത് നോക്കുമ്പോൾ അയാളുടെ ലൊക്കേഷൻ നമുക്ക് കിട്ടിയത് മണ്ണാർക്കാടാണ്. ഉടൻ ഞാൻ രാധാകൃഷ്ണൻ ഉണ്ടെന്ന് DYSP ടൗൺ DYSP രാധാകൃഷ്ണനാണ്. ഞാൻ രാധാകൃഷ്ണൻ ഈ പറയുന്ന ടീം ഒക്കെ കൂടി ഷാഹുൽ ഹമീദുണ്ട്, അന്ന് CA ആണ്, ഷാജി ജോസ് ഉണ്ട്, ഇവരൊക്കെ കൂടി നേരെ മണ്ണാർക്കാടേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഞാൻ മണ്ണാർക്കാട് കുറേ കാലം SC ആയിരുന്നതുകൊണ്ട് അവിടുത്തെ ലോഡ്ജിൻ്റെ പ്രത്യേകത, ഇത്ര ലോഡ്ജുകളൊന്നും അറിയാം, ഏകദേശം ഒരു 4-5 ലോഡ്ജ് അപ്പുറം അവിടെ നിന്ന് തൊട്ട് ഉണ്ടാകത്തുള്ളൂ, ടൗണിലുണ്ടാവുള്ളൂ. കല്ലടി ലോഡ്ജ് ഒരെണ്ണമുണ്ട്, അതിൻ്റെ ഇപ്പുറത്ത് പുതിയതായിട്ട് തുടങ്ങിയ ഒരു ലോഡ്ജ് നമുക്ക് തെങ്കരയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന റൂട്ടിനുണ്ട്. അപ്പോൾ ഈ ലോഡ്ജിൽ ഏകദേശം അറിയാം. പിന്നെ കോടതിപ്പടിയിൽ ഒരു ലോഡ്ജുണ്ട്, ഹൈവേ ബാർ എന്ന് പറഞ്ഞിട്ട് ബാർ കൂടിയ ലോഡ്ജുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലോഡ്ജിൽ കയറി നോക്കി തിരിച്ച് കല്ലടി ലോഡ്ജിൽ ചെന്ന് ചോദിച്ചു കഴിയുമ്പോൾ അവർ പറഞ്ഞു ഇവിടെ റൂം എടുത്താറുണ്ട്, തൃശ്ശൂരിൽ നിന്ന് 1-2 പാർട്ടി റൂം എടുത്താറുണ്ട്. അപ്പോൾ ലോഡ്ജുകാർക്ക് എന്നെ പരിചയമുണ്ട്. അപ്പോൾ ആ റൂം നോക്കി നോക്കുമ്പോൾ കൊടകര റഷീദ് ആ റൂമിലുണ്ട്. അപ്പോൾ കൊടകര റഷീദ് നമ്മൾ വിളിച്ചു. അപ്പോൾ കൊടകര റഷീദ് എനിക്കൊന്നും അറിയില്ല സാർ, എനിക്ക് സ്വർണ്ണമൊന്നും കിട്ടിയിട്ടില്ല, ഞാനിതിനെപ്പറ്റി എനിക്കൊരു വിവരമില്ല, ഞാനിങ്ങനെ ഇവിടെ വന്ന് എൻ്റെ സുഹൃത്തിനെ കാണാൻ വന്നതാണ്. അപ്പോൾ ആ ലോഡ്ജിൻ്റെ മുറിയിൽ വെച്ച് തന്നെ നമ്മൾ റഷീദിനോട് ചോദിച്ചു കാര്യങ്ങൾ. അപ്പോൾ റഷീദിനോട് പറഞ്ഞു, റഷീദെ നിൻ്റെ കൂട്ടുകാരായ 4 ആൾ നമ്മുടെ പാലക്കാട് ലോക്കപ്പിലുണ്ട്, പല്ലൻ ഷൈജു ഉണ്ട്, അവൻ്റെ കൂടുതൽ ഇന്ന ആൾക്കാരുണ്ട്, അവൻ്റെ ഇന്നോവ കാറുണ്ട്, അവന് നിങ്ങൾ കൊടുത്ത വീതം 5 കിലോ സ്വർണ്ണം ഉണ്ടല്ലോ, അതിൽ ഇത്ര ഗ്രാമം വിറ്റിട്ടുള്ള ബാക്കി സ്വർണ്ണമുണ്ട്, ആ ഗ്രാം വിറ്റ് കിട്ടിയതിൻ്റെ പൈസ 1 ലക്ഷം രൂപ ബാറിൽ കൊടുത്തതിൻ്റെ പൈസയുള്ള ബാക്കി പൈസയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിട്ട് നീ ഇത് കള്ളം പറഞ്ഞ് വെറുതെ മോശക്കാരനാവേണ്ട കാര്യമില്ല. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് നിൻ്റെ മൊഴിയൊന്നുമല്ല കേൾക്കേണ്ടത്, ഞങ്ങൾക്കറിയേണ്ടത് ബാക്കി നിൻ്റെ കയ്യിലുള്ള സ്വർണ്ണം ഇവിടെയുണ്ട്, അത് നീ പറഞ്ഞാൽ പറ്റൂ. നിർബന്ധമായിട്ട് നീ തുറന്ന് പറഞ്ഞാൽ നമുക്ക് 2 കൊള്ളാം, ഇല്ലെങ്കിൽ വേറെ കേസിൻ്റെ കാര്യം നിനക്കറിയാമല്ലോ, നിന്നെ സഹായിക്കാവുന്നവരൊക്കെ ഞങ്ങൾ സഹായിക്കാം. കുറേ സമയം 1.5-2 മണിക്കൂർ നേരം റഷീദിന് നമ്മളവിടെ ഒന്ന് ചോദിച്ചു, കാര്യങ്ങൾ പറഞ്ഞു, ഭീഷണിപ്പെടുത്തി, അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു. റഷീദ് അവസാനം പറഞ്ഞു, എന്നാ സാർ ഞാൻ പറയാം. അത് രക്ഷയില്ലാണ്ടുള്ളൊരു പറച്ചിലാണ്. റഷീദ് ഈ സ്വർണം, റഷീദിൻ്റെ ഒരു സുഹൃത്തുണ്ട് നിർമ്മൽ എന്ന് പറഞ്ഞിട്ട്, നിർമ്മലിൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരാണ്, വളരെ മാന്യമായിട്ട് ജീവിക്കുന്നൊരു കുടുംബം, പൊറ്റശ്ശേരി, മണ്ണാർക്കാട് പൊറ്റശ്ശേരിയിലാണ് അവരുടെ വീട്. അത് നിർമ്മലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞില്ല നിർമ്മലിൻ്റെ അടുത്ത് കൊടുത്ത്, അപ്പോൾ നിർമ്മലിൻ്റെ അടുത്ത് ആകുമ്പോൾ ഈ സ്വർണ്ണം സേഫാണ്. നിർമ്മലിന് കോയമ്പത്തൂർ പരിചയക്കാരുണ്ട്, അപ്പോൾ അവർ വഴി സ്വർണ്ണം ഡിസ്പോസ് ചെയ്യാൻ വിൽക്കാം, വളരെ സേഫായിട്ട് വിൽക്കാമെന്നാണ് പറഞ്ഞേക്കണേ. അവിടെ തന്നെ റഷീദിനെ കൂട്ടി നമ്മൾ വണ്ടി കയറ്റി നിർമ്മലിൻ്റെ വീട് കാട്ടിത്തരാമെന്ന് പറഞ്ഞ് നേരെ നിർമ്മലിൻ്റെ വീട്ടിലെത്തി. നിർമ്മലിൻ്റെ വീട് നമ്മൾ പുറകിൽ പോലീസ് കവർ ചെയ്തു, കാരണം സ്വർണ്ണം ഒരുപാട് ഇരിക്കുന്നതാണല്ലോ. നിർമ്മല അവിടെ നിന്ന് ചാടി പോവുകയാണെങ്കിൽ സ്വർണ്ണമായിട്ടേ പോവുള്ളൂ. വീടിൻ്റെ വാതിലിൽ ഈ പുലർച്ചെ മുട്ടി വിളിക്കുമ്പോഴും നിർമ്മലിൽ സ്ട്രൈക്ക് ചെയ്യും മിക്കവാറും പോലീസായിരിക്കും. നമ്മൾ വാതിലിന് മുട്ടി വിളിച്ചു, നിർമ്മലിൻ്റെ അച്ഛൻ വന്നാണ് വാതിൽ തുറക്കുന്നത്. അതൊരു അധ്യാപകനാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ചോദിച്ചു, മകനെവിടെ, നിർമ്മല എവിടെ? കുറച്ച് സാർ നിർമ്മൽ ഉറങ്ങുന്നുണ്ട്, എന്താ സാർ കാര്യം? അപ്പോൾ ഞാൻ പറഞ്ഞു, നിർമ്മല ഒരു കുറ്റകൃത്യമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് പങ്കില്ലെങ്കിലും നിർമ്മലിനറിയാം, അപ്പോൾ അതിൽ കുറച്ച് സ്വർണം നിർമ്മലിൻ്റെ കയ്യിലുണ്ടത് കിട്ടണം. ഇദ്ദേഹം വളരെ അജിറ്റേറ്റഡ് മൂഡിലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകനെ നിങ്ങളെന്താ മോശക്കാരനാക്കുന്നു, അവൻ മാന്യമായിട്ട് ഇവിടെ ജീവിക്കുന്നതാണ്, ഞാനും എൻ്റെ ഭാര്യയും ഈ സൊസൈറ്റിയിൽ ഒരു മാന്യമായിട്ട് ജീവിക്കുന്ന കൂട്ടത്തിലാണ്, ഞങ്ങളെയൊക്കെ കള്ളന്മാരാക്കിയാണ് നമ്മൾ. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നിങ്ങൾ നിർമ്മലിനെ വിളിക്കേ, നമ്മൾ നിർമ്മലമായിട്ട് സംസാരിക്കാം. അല്ല, അതങ്ങനെ വിളിക്കാനൊക്കത്തില്ല. അപ്പോൾ അവസാനം പിന്നെ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ വിളിക്കാൻ നോക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രീതി മാറും, അപ്പോൾ അതുകൊണ്ട് നിങ്ങളെയും നിർമ്മലിനെയൊക്കെ കൂടി ഞങ്ങൾ പോലീസിൻ്റെ രീതിക്ക് കൊണ്ടുപോകേണ്ടി വരും, ഒരു മാഷാണെന്നുള്ള പരിഗണന നിങ്ങൾക്ക് തരില്ല, പറഞ്ഞ മനസ്സിലായല്ലോ എന്ന് പറഞ്ഞ് കുറച്ച് കടുപ്പിച്ച് പറഞ്ഞപ്പോൾ ഇയാൾ നിർമ്മലിനെ വിളിച്ചു. അപ്പോൾ നിർമ്മലിൻ്റെ അടുത്ത് ഇയാൾ ചോദിച്ചു, നിർമ്മലെ ഇവർ പറയുന്നത് നിൻ്റെ അടുത്ത് എന്തോ നിൻ്റെ സുഹൃത്ത് സ്വർണം തന്നിട്ടുണ്ട്. അപ്പോൾ നിർമ്മല പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല, ഞാനിത് കണ്ടിട്ടില്ല, അറിയയില്ല. ഉടനെ തന്നെ റഷീദിനോട് പറഞ്ഞു, റഷീദെ നീ നിർമ്മലമായിട്ട് സംസാരിക്കും, നിർമ്മലയുടെ അടുത്ത് കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ, ബുദ്ധിമുട്ടുണ്ടായാൽ അത് ബുദ്ധിമുട്ടാണ്. എന്നിട്ട് റഷീദ് നിർമ്മലയുടെ അടുത്ത് പറഞ്ഞു, നിർമ്മലെ ആ സ്വർണ്ണം ഇവർക്ക് കൊടുക്കുക, ഇവർ തൃശ്ശൂരിൽ നിന്ന് വന്ന പോലീസാണ്, അറിയാം, മറ്റുള്ളവരെയൊക്കെ അവർ പിടിച്ചു കഴിഞ്ഞു, എന്നെ ഇവർ മണ്ണാർക്കാട് ലോഡ്ജിൽ നിന്ന് പിടിച്ചതാണ്. അപ്പോൾ നിർമ്മല ആ സ്വർണം ഉടനെ തന്നെ നിർമ്മലിൻ്റെ വീടിൻ്റെ
ഉള്ളിൽ പോയി അലമാര എന്ന സ്വർണ്ണം ഇരുന്ന ബാഗ് നമുക്ക് കൊണ്ടുവന്നു. നമ്മൾ പറഞ്ഞു നിർമ്മലൊരു കാര്യം ചെയ്ത് സ്റ്റോളൻ പ്രോപ്പർട്ടിൻ്റെ റിസീവറാണ്, അയാൾ കോൺസ്പിറസിൽ ശരിക്കും ഉണ്ട്, അതുകൊണ്ട് തന്നെ നിർമ്മലിനെ കൂട്ടിക്കൊണ്ടുപോകേണ്ടി വരും. ഒരു കാര്യം ചെയ്ത് നിങ്ങൾ നാളെ കൂട്ടി എത്തിക്കുക. ബാക്കിയുള്ള പ്രതികളെയും ഈ പറയുന്ന കൊടേര റഷീദിൻ്റെ മൊഴി ചോദിച്ചതിലുണ്ടായ അങ്കമാലിക്കാരായ സിൻഡോയും സിജു ഒഴിച്ച് രണ്ടുപേരെന്തോ ബാക്കിയുള്ള എല്ലാവരും നമുക്ക് പിടികൂടാൻ പറ്റി. ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഇക്കൊണ്ട് രാത്രി നമ്മൾ ഉറങ്ങിയിട്ടില്ല. പുലർച്ചെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ പറയുന്ന റഷീദ്, പല്ലൻ ഷൈജു ഇവരൊക്കെ ആയിട്ടാണ് തിരിച്ചു വരുന്നത്. ഈ പറയുന്ന സിൻഡോ സിജു എന്നവർ അവരുടെ കയ്യിലുള്ള സ്വർണം മാത്രം ബാക്കി ഈ പറഞ്ഞവർക്ക് കിട്ടിയാൽ മതിയായി. നെടുമ്പാശ്ശേരി പോലീസിന് റിക്കവറി നടത്തേണ്ട കാര്യമുള്ളൂ. ആ പറഞ്ഞ ഒരു 48 മണിക്കൂർ നമ്മൾ എടുത്താൽ 24 മണിക്കൂറിനുള്ളിൽ ഈ പറയുന്ന ഭൂരിഭാഗം പ്രതികളെയും നെടുമ്പാശ്ശേരി കേസിന് വേണ്ടി, നെടുമ്പാശ്ശേരിക്കാരുടെ കേസാണ്, അവിടെ വെച്ച് പോയ പ്രോപ്പർട്ടിയാണ്. എന്നാലും അന്നത്തെ ആഭ്യന്തരമന്ത്രി നമ്മുടെ എസ് പിൻ്റെ അടുത്ത് പറയും, എസ് പി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ഒരു എഫർട്ട് എടുത്ത് നമുക്കവരെ കണ്ടുപിടിക്കാനും ഈ സ്വർണം മുഴുവൻ റിക്കവറി നടത്തി അത് നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറാനും കഴിഞ്ഞു. ഈ പ്രതികൾ ഉൾപ്പെടെ നമ്മൾ നെടുമ്പാശ്ശേരി പോലീസിൻ്റെ ഹാൻഡ് ഓവർ ചെയ്ത് കൊടുത്തു. അന്ന് തൃശ്ശൂർ ടൗൺ DYSP രാധാകൃഷ്ണൻ ആയതുകൊണ്ട് രാധാകൃഷ്ണൻ തന്നെ റിപ്പോർട്ട് എഴുതി, ഇതിൻ്റെ ഒരു മാസ്റ്റർ എഴുതി, ഇതെല്ലാം കൂടി അവരെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതായത്. നമുക്ക് വേണമെങ്കിൽ കേസ് എടുത്ത് അതിൻ്റെ ഒരു ക്രെഡിറ്റ് ഞങ്ങളാണ് പിടിച്ചതെന്നൊക്കെ പറയാമായിരുന്നെങ്കിലും അതൊന്നും ഇല്ലാണ്ട് നമ്മൾ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുത്തു. എനിക്കൊണ്ട് നല്ലൊരു കേസ് അന്ന് കിട്ടിയതിൽ വളരെ പ്രമാദമായ ഒരു കേസ് വളരെ പെട്ടെന്ന് നമുക്കത് കൊണ്ടുവരാൻ കഴിഞ്ഞു. അത് ഇതിൻ്റെ ഇൻഫർമേഷൻ കിട്ടുന്നത് തന്നെ ഈ ബെന്നിൻ്റെ കേസിൻ്റെ ഒരു പത്രസമ്മേളനത്തിലിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ്. അതിൻ്റെ വർക്ക് മുഴുവനാക്കിയിട്ടില്ല. ബെന്നിയും പാർട്ടിയെയും കോടതിയിൽ കൊടുക്കുന്നതിൻ്റെ ജോലി മുഴുവൻ സ്ക്രിപ്റ്ററി വർക്ക് തീരുന്നതിന് മുമ്പാണ് അടുത്ത എഫർട്ട് വന്നു വിട്ടെ. അപ്പോൾ അന്നത്തെ DYSP രാധാകൃഷ്ണനും ഞാനും ഷാഹുൽ ഹമീദ്, CA ഷാഹുൽ ഹമീദും ഗോപാലകൃഷ്ണനും എല്ലാം കൂടി ഞങ്ങൾ ഇതിൻ്റെ പുറകെ പോവുകയാണ്. അപ്പോൾ ഒരു എഫർട്ട് എടുത്ത് ഒരു കോർഡിനേറ്റഡ് എഫർട്ട് ഉണ്ടെങ്കിൽ ആരോ പറഞ്ഞോട്ട് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്ന് പറഞ്ഞോട്ട് ഇതൊക്കെ പോലീസിന് കണ്ടുപിടിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് ഈ കേസ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. ഞാൻ ഈ പറയുന്ന കേസ് 2014 നടന്ന സംഭവമാണ്. ഞാനന്ന് ക്രൈം ബ്രാഞ്ച് SP ആണ്. ഈ പറയുന്ന സ്റ്റേറ്റ് ടെമ്പിൾ ആൻറ്റി തെഫ്റ്റ് സ്ക്വാഡിൻ്റെ SP ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ തൃശ്ശൂർ എന്ന ഓഫീസുണ്ട്. അപ്പോൾ അന്ന് JMJ ജ്വല്ലറി മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ ഉണ്ട്, ജ്വല്ലറി മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ. അപ്പോൾ അത് തൃശ്ശൂരുള്ള ജ്വല്ലറിക്കാരൊക്കെ കൂടി ഉണ്ടാക്കിയിരിക്കുന്ന അവരൊരു സംഘടനയാണ്. എല്ലാവരുമായിട്ടും പേഴ്സണലായിട്ടും അറിയാം, ഒഫീഷ്യലായിട്ടൊക്കെ അറിയാം പലരുമായിട്ടും. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽസും അതോടൊപ്പം തന്നെ അജയ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്വർണ്ണ വ്യാപാരിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് അജയ് എന്നാണ്. വളരെ നല്ല മനുഷ്യനും പലപ്പോഴും സംഗീതവും സാഹിത്യമൊക്കെ ആയിട്ട് ഈ പറയുന്ന സിനിമാ ഫീൽഡൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. മാനുഫാക്ചറിങ് യൂണിറ്റും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കുറേ സ്വർണം, ഒരു 4-5 കിലോ സ്വർണം മധുര, തമിഴ്നാട് മധുര ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഇത് സ്വർണം ഇവിടെ നിന്നും അവിടെ വിതരണം നടത്താൻ കൊണ്ടുപോയിരുന്നവർ മധുര ബസ് സ്റ്റാൻഡിൽ നിന്ന് അവർ താമസിക്കുന്ന ലോഡ്ജിലേക്ക് പോകുമ്പോൾ മുളക് പൊടി കണ്ണിലെറിഞ്ഞ് അത് തട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഇത് സംഭവം മധുരയിൽ വെച്ചാണ്. അപ്പോൾ മധുര പോലീസിന് കേസെടുത്തിട്ടുണ്ട്. മധുര പോലീസിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഒരു റിക്വസ്റ്റ്, ഇത് നമ്മൾ കൂടി ഒന്ന് പാരലായിട്ട് അന്വേഷിക്കണം, എന്തെങ്കിലും എഫർട്ട് എടുത്താൽ ഇത് കിട്ടാണ്ടിരിക്കില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ കളക്ട് ചെയ്തു, നമ്മളിത് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ് ഈ ഭാഗത്ത് ഇതുപോലെയുള്ള ഓപ്പറേഷൻ നടത്തുന്നവരുണ്ടോ എന്ന് അന്വേഷിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച് ഈ പല്ലൻ ഷൈജുവിൻ്റെ ടീം മറ്റുള്ള എല്ലാ ടീമുമായിട്ടും നമ്മൾ ബന്ധപ്പെട്ടു. അപ്പോൾ അവരാരും ഈ പറയുന്നൊരു ഓപ്പറേഷനിൽ പോയിട്ടില്ല. കാലടി ഒരു രതീഷുണ്ട്, ഒരാളും ഇത് ഓപ്പറേറ്റ് ചെയ്തതായിട്ട് പറഞ്ഞിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും പലരും വിളിച്ചു ചോദിച്ചാൽ അവർ ചിലപ്പോൾ പറയും ഇന്ന ടീമാണെന്ന് പറയും. ഇവർക്കൊരാൾക്കും ഇതാരാണെന്നറിയില്ല. അപ്പോൾ ഈ അജയൻ്റെ അടുത്ത് നമ്മൾ വിളിച്ചു ചോദിച്ചു ആരൊക്കെയാണ് ഇത് പോകുന്നത്, ഏത് രീതിക്കാണ് ഇത് കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ്. അപ്പോൾ ഇത് ഇവർ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇത് കയറിപ്പോയിരിക്കുകയാണ്. അപ്പോൾ ബസ് സ്റ്റാൻഡ് വരെ ഈ 2 പേരെ അവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യും. അവർ KSRTC ബസ്സിൽ കയറും. ബസ്സിന് മധുര ബസ് സ്റ്റാൻഡിൽ പോയി ഇറങ്ങും. അവിടെ നിന്ന് ലോഡ്ജിൽ പോയിട്ട് കുടിച്ച് ഫ്രഷായി സാധനം ഒരേ കടയിൽ പോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഒരു രീതി അതാണ്. എന്നിട്ട് അതിൻ്റെ തുല്യമായ, ഇപ്പം ഞാനൊരു 10 ഗ്രാം സ്വർണ്ണാഭരണം ഒരു കടയിൽ കൊടുത്താൽ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള സ്വർണ്ണത്തിൻ്റെ ഇങ്കോട്ട് കട്ടിയായിട്ട് എനിക്ക് വരും, ഇല്ലെങ്കിൽ എൻ്റെ വില വരും. ഞാൻ അത് മേടിച്ച് തിരിച്ചു കൊണ്ടുവരും. തൃശ്ശൂരത്തെ മിക്ക സ്വർണ്ണ വ്യാപാരികളും ചെയ്യുന്ന രീതി അതാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടക്കാരുള്ള സ്വർണ്ണ മാനുഫാക്ചറിങ് യൂണിറ്റുള്ള ഒരു ജില്ല തൃശ്ശൂരാണ്. അപ്പോൾ നമ്മളിത് ഇതിനെപ്പറ്റി മൊബൈലിൽ ഡീറ്റെയിൽസും മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്തെങ്കിലും വേറെ ഇൻഫർമേഷൻ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഈ
അജയൻ്റെ കൂടെ വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരെ നിന്ന് അവരെ വിളിച്ചൊന്ന് ചോദിച്ചു, സ്റ്റേറ്റ്മെൻ്റ് എടുത്തു, മൊബൈലിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു. ഓരോ കാര്യങ്ങൾ നോക്കുമ്പോഴും വേറെ കൂടുതലൊന്നും പോകുന്നില്ല. അപ്പോൾ അതിൽ നമുക്കൊരു മൊബൈൽ വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ സംശയം, ഈ അജയ് ഗോൾഡിൻ്റെ റൈറ്റ് ഹാൻഡായിട്ട് നിൽക്കുന്നൊരു പയ്യനുണ്ട്. അപ്പം ഇനി അവൻ്റെ ഒരു പെരുമാറ്റം മറ്റുമൊക്കെ എന്തൊരു അത്രയ്ക്ക് ശരിയല്ലാന്ന് തോന്നി. അപ്പോൾ അവൻ്റെ മൊബൈലിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുമ്പോൾ അവൻ ആൾക്കാരെ ഒരുപാട് പേരൊക്കെ വിളിച്ചിട്ടുണ്ട്. എന്നാലും അതിൽ ഒരാളെ വിളിച്ചതിൽ നമുക്കൊരു സംശയം തോന്നി. അപ്പോൾ ഇവനെ വിളിച്ചു വരുത്തി നമ്മൾ ചോദിച്ചു. അവൻ്റെ പേര് ജോൺസൺ എന്നാണ്. അപ്പോൾ ഈ പറയുന്ന അജയ് ഗോൾഡിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് ഈ പറയുന്ന ജോൺസനാണ്. അപ്പോൾ അത് ജോൺസനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് വേറെ ഇൻഫർമേഷൻ ജോൺസൺ പറയുന്നില്ല. പക്ഷേ ആരെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കാണ്ട് ഈ പറയുന്ന റോബറി മധുരവിച്ച് നടക്കത്തില്ല. കാണുക ഇന്ത്യയുടെ യഥാർത്ഥ കാഴ്ചകൾ സഞ്ചാരത്തിലൂടെ. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ജമ്മു കാശ്മീർ, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, രാജസ്ഥാൻ, ഗുജറാത്ത്, ഡൽഹി, ഉത്തർപ്രദേശ്, തമിഴ്നാട്, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, കർണാടക, ഉത്തരാഖണ്ഡ്. സഞ്ചാരം ഇന്ത്യ. 3 പെൻഡ്രൈവുകൾ. ഇപ്പോൾ ആകർഷകമായ ഡിസ്കൗണ്ട്. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 99554422 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ഞങ്ങളുടെ ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് ഈ സ്വർണ്ണ വ്യാപാരികളുടെ സ്വർണം തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഗൾഫിൽ നിന്നും സ്വർണം കടത്തിക്കൊണ്ടുവരുന്നത് തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കുഴൽപ്പണം എവിടെയെങ്കിലും വെച്ച് തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഇൻഫർമേഷൻ പോയിട്ടുണ്ടാവും. അത് ഈ പറഞ്ഞവരുടെ കയ്യിൽ നിന്നും ആയിരിക്കും പോയിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ജോൺസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കാര്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവസാനം അയാളുടെ മൊബൈലിൻ്റെ ഡീറ്റെയിൽസും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ചോദിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ ജോൺസന് ഇതിലെന്തോ റോളുണ്ട്, ഇല്ലാണ്ട് ഓപ്പറേഷൻ നടക്കില്ല. ആ ജോൺസനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചോദിച്ചു. പക്ഷേ ഈ അജയ് എന്ന് പറയുന്ന അജയ് ഗോൾഡിൻ്റെ ഉടമസ്ഥന് വരെ യാതൊരു സംശയമില്ല. ജോൺസന് സംശയിക്കേണ്ട കാര്യമില്ല സാർ, അയാൾക്ക് സാറിന് എന്നെ വിശ്വസിക്കാവുന്ന പോലെ അയാളെയും വിശ്വസിക്കുക. പക്ഷേ നമ്മൾ ഈ പോലീസായതുകൊണ്ട് ഒരാളെയും വിശ്വാസമില്ലാത്ത അവസ്ഥയായി പോയി. ജോൺസനെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചത് ജോൺസൺ പറഞ്ഞു ഈ പറഞ്ഞ ചില കാര്യങ്ങൾ ജോൺസന് ഇതിനെപ്പറ്റി അറിവൊന്നുമില്ല. പക്ഷേ ഇത് ചെയ്തിരിക്കാൻ സാധ്യതയുള്ളവരെ അവരൊക്കെ ഇപ്പോൾ എനിക്കൊണ്ട് വളരെ മാന്യമായിട്ട് ജീവിക്കുന്നതാണ്. ചാവക്കാട് ഭാഗത്തുള്ള ഒരാളാണ്. അപ്പോൾ ചാവക്കാട് ഭാഗത്തുള്ള ആരൊക്കെയാണെന്ന് നമ്മൾ നോക്കി അയാളുടെ കൂട്ടുകാരൊക്കെ വിളിച്ച് ചോദിച്ചു കഴിയുമ്പോൾ ചാവക്കാട് അയാൾ കൃത്യമായിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ ചാൻസുള്ള ഒരാളുടെ ഇൻഫർമേഷൻ കിട്ടി. അപ്പോൾ അയാളുടെ വീടിൻ്റെ ലൊക്കേഷൻ നമ്മൾ ജോൺസനെ കൊണ്ടെടുപ്പിച്ചു. ഈ പറയുന്ന ജോൺസൻ്റെ ഒരു സുഹൃത്താണത്. അപ്പോൾ നേരെ അയാളുടെ വീട്ടിൽ പോയി. അത് നോക്കുമ്പോൾ അയാൾ വീട്ടിലുണ്ട്. അയാളൊരു പഴയ കരാട്ടേക്കാരനൊക്കെയാണ്. അയാളുടെ വീട്ടിൽ കയറുമ്പോൾ വലിയ ബഹളമായി. അയാൾ പോലീസായിട്ട് ഗുസ്തിയായി. അപ്പോൾ അവസാനം നമ്മൾ പറഞ്ഞു, നീ ഗുസ്തിയൊന്നും കൂടണ്ട, നിൻ്റെ കൂടുതൽ എല്ലാവരും നമ്മുടെ സ്റ്റേഷനിൽ കിടക്കുന്നുണ്ട്, മര്യാദക്കല്ലെങ്കിൽ നിന്നോട് വെടിവെച്ച് വീഴ്ത്തിയിട്ടായാലും നമ്മൾ കൊണ്ടുപോകും, നീ നാണക്കേടുണ്ടാക്കേണ്ട, നാട്ടുകാർ മുഴുവൻ അറിയും. അവസാനം അയാൾ നമ്മളുടെ കൂടെ വരാമെന്ന് പറഞ്ഞു. അയാളെ നമ്മൾ കൂട്ടി സ്റ്റേഷനിൽ കൊണ്ടുവന്നു. സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കൺട്രോൾ റൂമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കൺട്രോൾ റൂമിൽ കൊണ്ടുവന്നു. കാരണം ഞങ്ങളന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസ് വർക്ക് ചെയ്യുന്നത് ഇന്ന് തൃശ്ശൂർ പോലീസ് കൺട്രോൾ റൂമിൻ്റെ ഒരു മുറിയിൽ മറ്റേ എൻ്റെ SP-ൻ്റെ റൂം അതിൻ്റെ തൊട്ട് കിഴക്ക് വശത്തുമായിട്ടാണ്. അവിടെ കൊണ്ട് ചോദിച്ചു. അവസാനം നമ്മൾ ജോൺസനെ കാട്ടി കൊടുത്തിട്ട് ജോൺസൺ നിൽക്കുന്നത് നീ കണ്ടുപോകും, ജോൺസൺ എല്ലാം പറഞ്ഞിരിക്കുന്നു, ഇത് നീ പറഞ്ഞില്ലെങ്കിൽ ഇതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ ജോൺസനെ പോലീസ് പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ മനസ്സിലായി എന്തോ കാര്യങ്ങളൊക്കെ പോലീസിനറിയാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നീ സ്വർണം നമുക്കൂടെ കിട്ടണം, ഇത് കിട്ടിയേ പറ്റൂ, ഇല്ലെങ്കിൽ അത് ശരിയാവില്ല. അപ്പോൾ ജോൺസൺ കാര്യങ്ങൾ പറഞ്ഞു. ഈ പറയുന്ന മോഷണം നടത്തിയ ചാവക്കാടുകാരൻ കാര്യങ്ങൾ നമ്മളെടുത്ത് തുറന്ന് പറയാമെന്ന് പറഞ്ഞു. അവരിത് രണ്ടാളും കൂടി ഈ ജോൺസൻ്റെ റോൾ ഇവർ പോകുമ്പോൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഈ പറയുന്ന സ്വർണം കൊണ്ടുപോകുന്നവരെ ബസ്സിൽ കയറുന്ന സമയത്ത് പോയിൻ്റ് ഔട്ട് ചെയ്ത് കൊടുക്കും ഇവരാണ്. ഇവർ പ്ലാൻ ചെയ്തതിന് ശേഷം ഈ ചാവക്കാടുകാരൻ അവൻ്റെ ഒരു സുഹൃത്തിനെ കൊണ്ടൊരു വണ്ടി വാടകയ്ക്ക് എടുപ്പിച്ചു അവിടെ തൃശ്ശൂർ ടൗണിൽ നിന്ന്. ആ വണ്ടിയിലാണ് ഇവർ മധുരക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അയാൾ നമ്മളുടെ കയ്യിലുണ്ട്. ഈ വണ്ടി വാടകയ്ക്ക് എടുത്ത ആളെ നമ്മൾ ഡീറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാളോട് നമ്മൾ ചോദിച്ചു, എന്തിനാണ് വണ്ടി വാടകയ്ക്ക് എടുത്തത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി വേളാങ്കണ്ണിക്ക് പോകാൻ വേണ്ടി എടുത്താണ് സർ എന്ന് പറഞ്ഞു.
അപ്പോൾ വണ്ടി വാടകയ്ക്ക് കൊടുക്കുന്ന ആളുണ്ട്. അപ്പോൾ അയാളുടെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇന്ന ആൾക്ക് വണ്ടി വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അയാളുടെ ID പ്രൂഫ് ഉണ്ട് സർ. അപ്പോൾ ഇയാൾ വണ്ടി വാടകയ്ക്ക് പോകുമ്പോൾ ഇയാൾ കൊടുക്കുന്ന ഡയറിയിൽ വണ്ടീൻ്റെ SPR എഴുതിയിടും, വണ്ടീൻ്റെ നമ്പർ എഴുതിയിടും, എടുത്ത ആളുടെ പേര്, അയാളുടെ ID പ്രൂഫ് എല്ലാം എഴുതി വെക്കുകയും ചെയ്യും. അപ്പോൾ അതനുസരിച്ച് ഈ പറഞ്ഞ വണ്ടി വാടകയ്ക്ക് എടുത്തവനെ നമ്മൾ നേരത്തെ കിട്ടിയൊരു ഇൻഫ്ലേഷൻ ബേസിൽ ഡീറ്റെയിൻ ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവന് വണ്ടി വാടകയ്ക്ക് എടുത്ത് കൊടുത്തു എന്നല്ലാണ്ട് അതിൽ വേറെ റോളൊന്നും ഉണ്ടായില്ല. അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു സാറേ വണ്ടി വാടകയ്ക്ക് എടുത്തിട്ട് ഞങ്ങൾ വേളാങ്കണ്ണിക്ക് പോയതാണ്, വേളാങ്കണ്ണിക്ക് കൂട്ടുകാരായിട്ട് പോയിട്ട് തിരിച്ചു വന്നതാണ്. വണ്ടി വാടകയ്ക്ക് കൊടുത്ത ആൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ SPR കുറിച്ച് വെച്ചിട്ടുണ്ട്. വണ്ടി ഇവിടെ നിന്ന് ഇയാൾ കൊടുക്കുമ്പോൾ ഇയാൾ വാടകയ്ക്ക് എടുക്കുമ്പോൾ ഇത്ര SPRലാണ് വണ്ടി കൊടുത്തത്, എത്ര കിലോമീറ്റർ ഓടിയെന്ന് അറിയാനാണ് അയാൾക്ക്. അപ്പോൾ ആ SPR അനുസരിച്ചുള്ള ദൂരവും വേളാങ്കണ്ണി പോയി വരാൻ, തൃശ്ശൂരിൽ നിന്ന് പോയി വരാൻ ഒരു 1100-200 കിലോമീറ്ററിൻ്റെ അടുത്താവും. പക്ഷേ ഈ വണ്ടീൻ്റെ SPR നമ്മൾ ഡീറ്റെയിൻ ചെയ്ത് വണ്ടീൻ്റെ SPR അനുസരിച്ച് അത് 800 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 800 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കണക്കിൽ മാക്സിമം മധുര വരെ പോയിട്ടുള്ളൂ. പിന്നെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 10-50 കിലോമീറ്റർ ഓടിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ് ഇവന് ചോദ്യം ചെയ്തപ്പോൾ ഇവൻ പറഞ്ഞു ഞാൻ വേളാങ്കണ്ണി പോയിട്ടില്ല, ഞാൻ മധുരയിൽ പോയി എന്നിവന് അഡ്മിറ്റ് ചെയ്തു. അതിനോട് നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ പറയുന്ന മറ്റിടവിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ വണ്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സ്വർണവുമായിട്ട് പോകുന്നവർ KSRTC ബസ്സിൽ കയറുന്ന സമയത്ത് ഈ പറയുന്ന ജോൺസൻ്റെ കൂടെയുള്ള നമ്മുടെ ചാവക്കാടുകാരനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കൂടി ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ഈ ജോൺസൺ ഇവരെ പോയിൻ്റ് ഔട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഈ സ്വർണവുമായിട്ട് പോകുന്നവർ കാണാണ്ട് അവരറിയാണ്ട് തന്നെ ഇവരാണ് സ്വർണവുമായിട്ട് പോകുകയെന്ന് പറഞ്ഞ് അവരെ പോയിൻ്റ് ഔട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിൽ B എന്ന് പറയുന്ന ഒരാൾ ഇവർ കയറുന്ന ബസ്സിൽ തന്നെ ഇവരുടെ മധുരക്ക് പോവുകയാണ്. ഇവർ വേറെ എവിടെയെങ്കിലും ഇറങ്ങുന്നുണ്ടെന്നോ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവൻ്റെ മൊബൈലിൽ ഇവരായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. ഈ പറയുന്ന മറ്റു ടീം നമ്മുടെ ചാവക്കാടുകാരനും അവൻ്റെ ടീമൊക്കെ കൂടി ഈ വാടകയ്ക്കെടുത്ത കാറിൽ നേരെ മധുരക്ക് ബസ്സിൻ്റെ പുറകെ പോവുകയാണ് അങ്ങോട്ട്. എന്നിട്ട് ബസ് എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു മധുര ബസ് സ്റ്റാൻഡിൽ പോയി വെയിറ്റ് ചെയ്യണം. ഈ സ്വർണവുമായിട്ട് അജയ് ഗോൾഡിൻ്റെ സ്വർണവുമായിട്ട് KSRTC ബസ്സിൽ മധുര ബസ് സ്റ്റാൻഡിൽ പോയി ഇവരിറങ്ങുന്ന സമയത്ത് ഇറങ്ങി ലോഡ്ജിലേക്ക് നടന്നു പോകുമ്പോൾ പുലർച്ചെയാണ് സമയം. നേരം വെളുക്കുന്നതിന് മുമ്പ് ഇവർ കണ്ണിൽ മുളക് കൂടി എറിഞ്ഞിട്ട് ഈ സ്വർണ്ണത്തിൻ്റെ ബാഗും തട്ടിപ്പറിച്ച് ഇവരുടെ കാറിൽ കയറി രക്ഷപ്പെട്ട് തിരിച്ചു പോരുകയാണ്. ഈ പറയുന്ന ചാവക്കാടുകാരൻ നമ്മൾ കൊണ്ടുവന്ന് പ്രോപ്പറായിട്ട് ചോദിച്ചു. ചാവക്കാടുകാരൻ്റെ സ്റ്റേറ്റുണ്ട്, ചാവക്കാടുകാരന് സ്വർണം പാവറട്ടിയുള്ള അവൻ്റെ പെങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതനുസരിച്ച് നമ്മൾ അന്ന് പെങ്ങളും അളിയനോട് താമസമില്ല, ഇല്ലാത്ത സമയത്ത് ഇവൻ അവിടെ കൊണ്ട് താമസിച്ചിരിക്കണം, ഇത് വേറെ അവിടെ പോയിരിക്കണം. നേരം ഇവനെ കൂട്ടിപ്പോയി ഇവൻ വെച്ചിരുന്ന ആ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് സ്വർണ്ണം മുഴുവൻ എനിക്കൊണ്ട് 4-4.5 കിലോ സ്വർണ്ണം ഒരു ഗ്രാം കൂടി നഷ്ടപ്പെടാണ്ട് നമുക്ക് റിക്കവറി നടത്തി കൊണ്ടുവരാൻ പറ്റി. ചുരുക്കി പറഞ്ഞാൽ ഒരു കളവ് നടന്നു. അത് 24-26 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് അതിൻ്റെ സ്വർണവും പ്രതികളെയും കണ്ടെടുക്കാനും അറസ്റ്റ് ചെയ്യാനും ഞങ്ങളുടെ ക്രൈംബ്രാഞ്ചിൽ നിന്ന് കഴിഞ്ഞു. പക്ഷെ അത് മധുരയിൽ സംഭവം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്കതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ജുറിസ്ഡിക്ഷൻ ഞങ്ങൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ഞങ്ങൾ ഇവരെയൊക്കെ കണ്ടുപിടിച്ച് ചോദിച്ചു കഴിഞ്ഞിട്ട് സ്വർണം കണ്ടു കിട്ടിയെന്നും പറഞ്ഞിട്ട് സാധാരണ ചെയ്യുന്ന പോലെ 41D CRPCയിലൊരു പ്രൊവിഷൻ ഉണ്ട്. സെക്ഷൻ 41D ആൻഡ് 102 CRPC പ്രകാരം സ്റ്റോളൻ പ്രോപ്പർട്ടി കണ്ടെടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രോപ്പർട്ടി മുഴുവൻ മജിസ്ട്രേറ്റ് ബന്ധോബസ്തെടുത്ത് ഒരു FIR ഇട്ടതിന് ശേഷം ഇത് മുഴുവൻ നമ്മൾ മധുരക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. മധുര പോലീസ് വന്നത് കോടതി വഴി ഈ സ്വർണവും മറ്റുള്ള കാര്യങ്ങൾ പ്രതിയൊക്കെ കസ്റ്റഡി മേടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ അന്ന് എനിക്ക് തോന്നി 2 കേസും അടുത്തടുത്തുന്ന കേസും ഈ ക്രൈംബ്രാഞ്ച് എന്നുള്ള നിലക്ക് എനിക്കൊന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ SS ഉയർത്തിയ കേസുമാണ്. ഇതിലൊക്കെ അന്ന് എല്ലാവർക്കും ഉൾപ്പെട്ട എല്ലാവർക്കും അന്നൊരു ഗുഡ് സർവീസ് സെൻ്റർ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് SP വഴി മേടിച്ച് കൊടുക്കാൻ കഴിഞ്ഞു. വളരെ ഈ 2 സ്വർണ്ണക്കേസ്, ഒരുപാട് സ്വർണ്ണക്കേസ് അന്വേഷിക്കുന്നത് ഇത് രണ്ടും ഒരു പ്രമാദമായ അന്ന് എടുത്തു പറയേണ്ട കേസാണ്. ഈ കേരളത്തിലെ ഈ ഫയർ ആംസ് ഉപയോഗിച്ചുള്ള കേസുകൾ കുറവാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് തോക്കും മറ്റും ഉപയോഗിച്ചിട്ട് വെടിവെച്ച് കൊന്ന ഉള്ള കേസുകൾ, ഇല്ലെങ്കിൽ വെടിവെച്ച് പരിക്കേൽപ്പിച്ച കേസുകളുടെ എണ്ണം മറ്റുള്ള കേസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു വളരെ 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 വിരളമാണ്. അതുകൊണ്ട് തന്നെ അത് പോലീസ് അന്വേഷിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കാറുണ്ട്. പലപ്പോഴും ഈ നായാട്ടിന് പോകുമ്പോൾ ചിലപ്പോൾ ആൾ മാറി വെടി ഏറ്റു എന്നൊക്കെ പറഞ്ഞ് കേസുണ്ടെങ്കിലും സ്ട്രെയിറ്റ് ആയിട്ട് വെടിവെച്ച് വന്ന കേസ് കുറവാണ്. പക്ഷെ ഇങ്ങനെയുള്ളൊരു കേസാണ് എറണാകുളം പാലാരിവട്ടത്ത് ഉണ്ടായിരുന്നു. അത് എരമല്ലൂർ, തൃശ്ശൂരിൻ്റെ തൊട്ട് തെക്കുവശമുള്ള എരമല്ലൂർ എന്ന് പറഞ്ഞാൽ എറണാകുളത്തിൻ്റെ തൊട്ട് തെക്കുവശം, എറണാകുളം ജില്ലയുടെ തെക്കേ ഭാഗത്ത് അരൂരിനോട് അടുത്ത് കിടക്കുന്ന എരമല്ലൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുള്ള ബാറുണ്ട്.
ഒരു മോഹൻ എന്ന് പറഞ്ഞുള്ള ബാറാണ്, മോഹിൻ്റെ ബാർ എന്നാണ് അറിയപ്പെടുക. അപ്പോൾ അദ്ദേഹം താമസിക്കുന്നത് ഈ പാലാരിവട്ടം കിഴക്ക് വശത്തായിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭാര്യയെ കൂടി താമസിക്കാനോടെ. അപ്പോൾ ഒരു ദിവസം 2 പേര് പോയിട്ട് ഡോറിന് തട്ടി വിളിച്ചിട്ട് മറ്റേ മോഹിച്ചേട്ടനില്ലെന്ന് ചോദിച്ചു. അപ്പോൾ മോഹി എന്ന് പറയുമ്പം അന്നൊരു പ്രായം ഒരു 55-60 വയസ്സാണ് മോഹിക്ക് ഈ സംഭവം നടക്കുമ്പോൾ. അപ്പോൾ മകൻ്റെ ഭാര്യ വന്നിട്ടാണ് വാതിൽ തുറക്കുന്നത്. മകൻ്റെ ഭാര്യയോടാണ് ചോദിക്കുന്നത് മോഹിച്ചേട്ടനില്ലെന്ന്. അപ്പോൾ ഈ കുട്ടി അകത്ത് പോയിട്ട് പറഞ്ഞു, അച്ഛാ അതേ ആരോ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവർ ഡോറ് ചാരിയിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ഈ മോഹി അവിടെ കിടക്കുകയായിരുന്നു. അയാൾ എഴുന്നേറ്റ് വന്ന് വാതിലിങ്ങനെ തുറന്നു. പിന്നെ വെടിവെച്ച കേട്ടാണ് മകൾ ഓടി വരുന്നത്. നോക്കുമ്പോൾ മോഹി വെടിയേറ്റ് താഴെ കിടക്കുകയാണ്. 2-3 ബുള്ളറ്റ് മോഹിക്ക് കൊണ്ടിട്ടുണ്ട്. മകൾ വെടിവെച്ചായിട്ട് ഓടി വരുമ്പോൾ മോഹി വെടികൊണ്ട് കിടക്കുകയാണ്. ഉടൻ തന്നെ ഫോൺ വിളിച്ചു, മറ്റേ ബന്ധുക്കളെ വിളിച്ചു വരുത്തി മകനെ അറിയിച്ചു. ഇമ്മീഡിയറ്റായിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. പക്ഷേ അവിടെ എത്തിച്ച് പരിശോധിക്കുമ്പോഴേക്കും മോഹി മരണപ്പെട്ടിരിക്കുന്നു. അത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയാണ്. അന്ന് എനിക്കൊണ്ട് പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എറണാകുളം ടൗണിനോടത്തായിരിക്കും കസ്ബ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് ഈ സംഭവം നടക്കണേ ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അതിൻ്റെ ഫോർമാലിറ്റീസ് മുഴുവൻ ഒബ്സർവ് ചെയ്തു. ഈ പറയുന്ന ഇൻക്വസ്റ്റ് നടത്തി, പോസ്റ്റ്മോർട്ടം നടത്തി. പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് വളരെ കൃത്യമായിട്ട് മറ്റേ ഹാർട്ടിന് പറ്റിയ തകരാറ് കൊണ്ടും ലങ്സിന് വെടിയേറ്റതുകൊണ്ടാണ് മരണം എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ നിന്നും തെളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് ലോക്കൽ പോലീസ് വളരെ കാര്യമായിട്ട് എല്ലാ എഫർട്ടും എടുത്തൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി. കാരണം ഇത് വളരെ പോലീസിനെ സംബന്ധിച്ചൊരു തലവേദന ഉണ്ടാക്കുന്ന, ഇല്ലെങ്കിൽ ഞങ്ങളെ കുറച്ചൊരു മോശമായിട്ട് ബാധിക്കുന്ന കേസാണ് ഈ ഫയർ ആംസ് ഉപയോഗിച്ചിട്ടുള്ള വെടിയേറ്റുള്ള മരണം. പക്ഷെ അതിലേക്ക് കൂടുതലൊരു പുരോഗതിയിലേക്കൊന്നും പോകാൻ പറ്റില്ല. ആ പ്രദേശത്ത് ഉള്ള ആൾക്കാരെ മുഴുവൻ വിളിച്ച് ചോദിച്ചു, നടത്തിയില്ല. അത് താമസം വിന നമ്മൾ ഈ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ക്രൈംബ്രാഞ്ചിന് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ക്രൈംബ്രാഞ്ച് ഇതിൻ്റെ ലോക്കൽ പോലീസ് നടത്തിയ അന്വേഷണം മുഴുവൻ ഒന്ന് വിലയിരുത്തി ആ CD ഫയൽ വായിച്ച് നോക്കി. അതിലെന്തൊക്കെ ലാപ്സസ് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ മുഴുവൻ നോക്കി. ലോക്കൽ പോലീസ് കളക്ട് ചെയ്തിരിക്കുന്ന ഈ നമ്മളിപ്പോൾ മൊബൈൽ വന്നതിന് ശേഷം നമുക്കറിയാം, ഈ മൊബൈലിൽ CDR മുഴുവൻ എടുത്ത് പരിശോധിച്ചു. ഇതിൽ സംശയിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നമ്മളൊന്ന് കണ്ടെടുത്തു. ഏതൊക്കെ രീതിക്കാണ് സംഭവിച്ചിരിക്കുക, ആരെയൊക്കെ സംശയിക്കാം. ഇയാൾ കൊടുത്ത മൊഴി എനിക്കൊന്ന് വീണ്ടും ഇയാൾ പ്രതിയായിട്ടാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇയാളതിൽ പ്രതിയാണ്, ശരിക്കും അബറ്റ് ചെയ്ത ഇയാളാണ്. ഇയാൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ ഗുണ്ടകളെ കൂട്ടിക്കൊണ്ടുവന്ന ഇയാളാണ്, അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഇയാളാണ്. അതിൽ സംശയമൊന്നുമില്ല. ഇയാൾ ചെയ്യിപ്പിക്കാൻ ക്യാപ്പബിളായിട്ടുള്ള ഒരാളാണ്. അതിൻ്റെ റീസൺ ഇയാൾ പറയുന്നത്